അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും സ്വന്തം അവർക്ക് ഐഡൻറ്റിറ്റി ഉള്ളതുപോലെ സ്വന്തം കലണ്ടറും വിശ്വാസികൾക്കുണ്ട് എന്നുള്ളത് പുതിയ തലമുറയിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കാരണം പൂർണ്ണമായും അന്യമായി കൊണ്ടിരിക്കുകയാണ് ഹിജറ കലണ്ടറുകളും അതിൻ്റെ ഉപയോഗങ്ങളും. മുൻകാമ്പികളായ ആളുകൾ ഇത് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്, മറ്റുള്ളവർക്കറിയില്ലായിരുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്കെല്ലാം അറിയുന്നതോടുകൂടി ഇത് അവർ അവഗണിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ നിന്ന് ഒരു പുതിയ തലമുറയോട് അറബിക് മാസങ്ങൾ എത്രയാണത്, ഏതാണ് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഒന്ന് എണ്ണി പറയാൻ പോലും അറബിക് മാസങ്ങൾ ഇന്നതാണ് എന്ന് പറയാനോ, അല്ലെങ്കിൽ അറബിക് മാസം തുടങ്ങുന്നത് ഇന്ന മാസം മുതൽക്കാണ് എന്ന് പറയാനോ ഒരു പക്ഷേ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോയി എന്നുള്ളത് വേദനാജനകമാണ്. ജനുവരിയും അതുപോലെ അവസാനം ഡിസംബറുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ ഒരു കാലത്ത് അറബിക് മാസം പൂർണ്ണമായി അറിയുകയും അതിൻ്റെ തുടക്കവും അവസാനവുമൊക്കെ മനസ്സിലാക്കി അതിനനുസൃതമായി കൊണ്ട് കാര്യങ്ങൾ നീക്കിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. കല്യാണ കത്തടിക്കുമ്പോഴും മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേക്ക് പൂർണ്ണമായി നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളവിടെ ഉപയോഗിക്കുമായിരുന്നു. നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് ഉപയോഗിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. പൂർണ്ണമായും അന്യമായി കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് വീണ്ടും നമ്മളൊരു ഹിജറ വർഷം, പുതുവർഷം ആഘോഷിക്കുന്നത്. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവൻ്റെ അടുക്കൽ ഒരു ദിവസം ഒരു രേഖ ഹാജരാക്കപ്പെടുകയുണ്ടായി. ആ രേഖയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഷഅബാൻ മാസത്തിൽ അവധി കഴിഞ്ഞതായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനൊരു രേഖ കണ്ടപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചവിടുന്ന് ഫഖാല ഉമർ അയ്യു ഷഅബാൻ, ഇതേത് ഷഅബാനാണ്? ഇത് വരാൻ പോകുന്ന ഷഅബാനാണോ, അതല്ല കഴിഞ്ഞ ഈ വർഷമാണോ, കഴിഞ്ഞ വർഷമാണോ, വരാൻ പോകുന്നതാണോ, ഒന്നും അറിയില്ല. ഷഅബാനിൽ അതിൻ്റെ അവധി പൂർത്തിയായിരിക്കുന്നു, ആ പൂർത്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ് ഈ ഷഅബാൻ എന്നറിഞ്ഞില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏത് ഷഅബാനാണിത്? അവസാനമാണ് ഉമറുൽ ഫാറൂഖിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമുക്കൊരു കലണ്ടർ വേണമെന്ന് തീരുമാനിക്കുകയും മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഷാവറ കൂടുകയും അങ്ങനെ മുഷാവറ കൂടിയും പ്രമുഖന്മാരായ സ്വഹാബി വര്യന്മാർ, മഹാനായ ഉസ്മാൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖന്മാരായ സ്വഹാബി വര്യന്മാരെ മുഴുവനും ഇരുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കുന്നത്. ഈ ഒരു തീരുമാനത്തിലൂടെയാണ് ഹിജറ കലണ്ടർ എന്ന് പറയുന്ന ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹിജറാബ്ദം മുതൽക്കുള്ള ഇസ്ലാമിക കലണ്ടറായി നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഹിജറ കലണ്ടർ തുടങ്ങുന്നത് അങ്ങനെയാണ്. കാരണം മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ കാലഘട്ടം ഇങ്ങനെ വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ട്, അതുവരെ ഇല്ലാത്തൊരു സംഭവമായതുകൊണ്ടും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് സ്വന്തം കലണ്ടർ തുടങ്ങുന്നത് എന്നുള്ളത്. അത് ഹിജറ ഒരു 16-17 വർഷത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. ഹിജറ തുടക്കത്തിലായിരുന്നില്ല. പക്ഷേ ഒരു വർഷം തുടങ്ങുമ്പോൾ, ഒരു കലണ്ടർ തുടങ്ങുമ്പോൾ ഏതായിരിക്കണം ആദ്യ മാസം, അതുപോലെ തന്നെ എന്തായിരിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് മുതൽക്ക് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു കലണ്ടർ തുടങ്ങുമ്പോൾ അങ്ങനെയുണ്ടല്ലോ. അതിനുള്ള എന്താണ് ഇതിന് മാനദണ്ഡമാക്കേണ്ടത്, എന്ത് സംഭവമാണ് മാനദണ്ഡമാക്കേണ്ടത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിലും ചർച്ച നടത്തുകയുണ്ടായി. അത് മഹാന്മാരായ സ്വഹാബിവര്യന്മാരിൽ കുറേ വിഷയങ്ങൾ വന്നു. ചില ആളുകൾ പറഞ്ഞു മഹാനായ പ്രവാചകൻ്റെ ഹിജറ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു വഫാത്ത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, ചിലർ നുബുവത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവസാനം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹിജറയാണ് ഈ വർഷത്തിൻ്റെ തുടക്കമായി, ഹിജറാബ്ദമായി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയും അതിൽ തിരഞ്ഞെടുക്കേണ്ട മാസം ആദ്യത്തെ മാസം മുഹറമായി, അഥവാ മുഹറം സഫർ റബീഉൽ മൂന്നാമത്തെ മാസത്തിലാണ് ഹിജറ നടന്നതെങ്കിലും മുഹറം മാസം 1 ഇങ്ങനൊരു കലണ്ടറും തുടക്കം കുറിച്ചത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഈ സത്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കലണ്ടർ ഏത് കാലഘട്ടങ്ങളിലും അവിടെ ആരാധനകൾ വരുമെന്നുള്ളതാണ്. അഥവാ ചാന്ദ്രിക വർഷം കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായി നമ്മുടെ സഹോദര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓണമാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആണെങ്കിൽ അത് എന്നും ഒരേ സമയത്താണ് വരാറുള്ളത്. ക്രിസ്തുമസ് എന്നും തണുപ്പ് കാലത്താണ് വരാറുള്ളത്. ഓണം ഏത് കാലത്തും മഴക്കാലത്താണ് വരാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചൊല്ലുണ്ട്, അത്തം വെളുത്താൽ ഓണം കറുക്കുമെന്നും അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നും കറുക്കുമെന്നൊക്കെ പറയാറുണ്ട്. അത്തത്തിനനുസരിച്ച് കൊണ്ട് ഓണത്തിൽ മാറ്റം വരും. അത്തത്തിനന്ന് കറുപ്പാണോ ഓണം വെളുക്കും, അത്തത്തിന് വെളുപ്പാണോ
ഓണം കറക്കും. ഇതായിരുന്നു ഈ ഒരു രീതിയിലുള്ളത്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറബി കലണ്ടർ അനുസരിച്ച് കൊണ്ട് അവരുടെ ഇബാദത്തുകൾ നിശ്ചയിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ടാണ്. അഥവാ ഹജ്ജ് അത് പിന്നെ തീരുമാനിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിൻ്റെ 10ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നോമ്പാണെങ്കിലും അതുപോലെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഏത് വിഷയങ്ങൾക്കും അവർ പരിഗണിക്കുന്നത് വിശ്വാസികൾ നോക്കുന്നത് അറബിക്ക് മാസങ്ങളാണ്. നേരെ മറിച്ച് 5 നേരത്തെ നമസ്കാരമുണ്ട്. ഈ 5 നേരത്തെ നമസ്കാരത്തിന് അത് സൂര്യചലനത്തെക്കുറിച്ചുള്ള കണക്കാണ് അള്ളാഹു താല നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. നേരെ മറിച്ച് സക്കാത്ത് കൊടുക്കണമെങ്കിൽ 1 വർഷം പൂർത്തിയാവണം. ആ വർഷം നോക്കേണ്ടത് ജനുവരി ടു ജനുവരി അല്ല. ഹജ്ജും അങ്ങനെയല്ല. അതുപോലെ തന്നെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇദ്ദ എന്ന് പറയുന്ന തൊലാഖ് ചൊല്ലപ്പെടുമ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. അർബാത്ത് അഷ്ഹുരിം അഷ്റ എന്ന് പറഞ്ഞ 4 മാസവും 10 ദിവസവും ഈ 4 മാസം ജനുവരി ടു ജനുവരി അല്ല. അതൊക്കെ അറബിക്ക് മാസമാണ്. സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതിനനുസരിച്ച് കൊണ്ടാണ്. അതുപോലെ ബുലൂഗ് എന്ന് പറയുന്നത് അതിനും തന്നെ 15 വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പ്രായപൂർത്തിയാവും. ഈ 15 വയസ്സാകുന്നതോട് കൂടി എല്ലാവർക്കും പ്രായപൂർത്തിയാകുമെന്നുള്ളത് ഈ ബുലൂഗിൻ്റെതും അതും ഇന്ന് ജനുവരി ടു ജനുവരി അല്ല. അതൊക്കെ അറബിക്ക് കലണ്ടർ അനുസരിച്ച് കൊണ്ടാണ്. സാധാരണ അങ്ങനെയാണ് വിശ്വാസികൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇബാദത്തുകൾ നിശ്ചയിക്കുന്നത് മുഴുവനും ഇങ്ങനെയാണ്. എന്നാൽ ഓരോ ദിവസവുമുള്ള നിസ്കാരങ്ങൾ അത് സൂര്യചലനം അനുസരിച്ചുകൊണ്ടും അതിൻ്റെ ചലനം അനുസരിച്ചുകൊണ്ടാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. തന്നെയുമല്ല, ഇനിയൊരു വിശ്വാസിയുടെ നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നോമ്പ് ചില കാലങ്ങളിൽ തണുത്ത കാലത്ത് നോമ്പ് വരാറുണ്ട്. ചില കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് വരാറുണ്ട്. ചില കാലങ്ങളിൽ നല്ല മഴക്കാലമാകും. അങ്ങനെയുള്ള കാലങ്ങൾ ഓരോ കാലങ്ങളിലും മാറി മാറി വരുന്നു എന്നുള്ളതാണ് ചന്ദ്രവർഷത്തിൻ്റെ ഹിക്മത്ത്. അതാണ് എല്ലാ കാലത്തും ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരമുണ്ടാകുമെന്നുള്ളതാണ്. നേരെ മറിച്ച് മറ്റുള്ള ആഘോഷങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളുടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഓരോ മാസത്തിൽ മാത്രമാണ്. തണുപ്പ് കാലത്ത് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ തണുപ്പ് കാലത്താണ് ക്രിസ്മസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഓണം ഈ അവസ്ഥയിലാണ്. നേരെ മറിച്ച് നോമ്പ് അങ്ങനെയല്ല. ഒരു കാലത്ത് മഴക്കാലമാണെങ്കിൽ ഒരു കാലത്ത് വേനൽക്കാലമാണ്, ഒരു കാലത്ത് ചൂടുകാലമാണ്, ഒരു കാലത്ത് തണുപ്പ് കാലമാണ്. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് തുടങ്ങിയതെന്നും തന്നെയുമല്ല ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്, ചന്ദ്രനെക്കുറിച്ച് അവർ ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. ബഖറ സൂറയിൽ നമുക്ക് കാണാവുന്നതാണ്. യസ്അലൂനക അനിൽ അഹില്ല, ഈ ചന്ദ്രനെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നതാണ്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, നബിയെ താങ്കൾ പറയണം അത് സമയം അറിയിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഹജ്ജ് ഈ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുവാനും അതറിയാനുമുള്ളതാണ് എന്ന്. അതായത് ഇവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് ചെറുതായി ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്ന ഈ ചോദ്യം ഇങ്ങനെയാവാം. എന്താണ്, ചിലപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി വരുന്നുണ്ടല്ലോ, ചിലപ്പോൾ വലുതായി വരുന്നുണ്ടല്ലോ. അവർ ചോദിച്ച ആ ചോദ്യം സൂര്യചന്ദ്രൻ്റെ ഇടയിൽ ഭൂമി വരുന്നത് കൊണ്ടാണെന്ന് പറയാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ സഹാബിവര്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഈ രീതിയിലാണ്. അത് സമയം അറിയാനുള്ള സംഭവമാണ്, അതിനു വേണ്ടി നിശ്ചയിച്ചതാണ് എന്നാണ്. അല്ലാതെ എങ്ങനെയാണ് ഈ ചന്ദ്രൻ്റെ ചെറുതും വലുതുമായി രൂപവ്യത്യാസപ്പെടുന്നത് അതിൻ്റെ ശാസ്ത്രീയ വശമല്ല പറഞ്ഞു കൊടുത്തത്. മറിച്ച് അത് നമ്മുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുവാനുള്ളതാണ്, സമയം അറിയാനുള്ളതാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഈ പ്രവാചകൻ്റെ പഠനം പ്രവാചകന്മാർ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു വലിയ വിവരമാണ്, വിജ്ഞാനമാണ് ഹിജ്റ കലണ്ടറുമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പൂർണ്ണമായും ഒരു വർഷത്തിൽ 365 ദിവസമാണ് എങ്കിൽ ചന്ദ്രവർഷം കൂടുമ്പോൾ അത് 354 ആവുന്നുള്ളൂ എന്നുള്ള കുറവ് അവിടെ വരുന്നുണ്ട്. അത് എല്ലാറ്റിലും ഉണ്ടാവും. നമ്മുടെയൊക്കെ വയസ്സ് നിർണ്ണയിക്കുകയാണെങ്കിൽ അറബിക്ക് അനുസരിച്ച് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ വയസ്സ് കൂടും, മറ്റുള്ള രീതിയിലാകുമ്പോൾ കുറച്ച് കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരേ കാലത്ത് തന്നെ ഒറ്റ ദിവസം പ്രസവിച്ച ആളുകളാവാം, പക്ഷേ ഒന്ന് മറ്റുള്ള മതസ്ഥരാകും, ഒന്ന് മുസ്ലിങ്ങളാവും. മുസ്ലിമായ ആൾക്ക് 80 പൂർത്തിയായിട്ടുണ്ടാകും, നേരെ മറിച്ചോ മറ്റേ ആൾക്ക് 75 ആയിട്ടുണ്ടാവുകയുള്ളൂ. രണ്ടും ഒരു ദിവസം പ്രസവിച്ചതാണ്. അത് തർക്കിക്കേണ്ട ആവശ്യമില്ല. രണ്ടും രണ്ട് രീതിയിലാണ് അത് കണക്കുകൂട്ടി പോകുന്നത്. ചാന്ദ്രിക വർഷമാകുമ്പോൾ സൗരവർഷത്തേക്കാൾ കുറച്ച് കൂടും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാന്ദ്രിക വർഷങ്ങളാണ് വിശ്വാസികൾ
അതാണ് കൈകാര്യം ചെയ്തുകൊണ്ട് പോരുന്നത്. അതിനനുസൃതമായി കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇനിയും അതിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. നമ്മളിത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് മറ്റുള്ള ആളുകൾ ഉപയോഗിക്കില്ല എന്നുള്ള ബോധവും നമുക്ക് വേണം. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ അമലുകളും ഹജ്ജാണുകളും നോമ്പാണുകളും ഒക്കെ ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുക. അത് നമ്മൾ തിരസ്കരിക്കുമ്പോൾ, അതിലൂടെ നാം അവഗണിക്കുമ്പോൾ പൂർണ്ണമായും ഈ സമൂഹത്തിന് അതിലൂടെ വലിയ ക്ഷീണം സംഭവിക്കുമെന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പഴമയിലേക്ക് തിരിച്ചുപോയി, ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുപോയി ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.